positive. Be positive. എല്ലാ മതങ്ങൾക്കും ഒരുപോലെ വളരുവാനും പ്രവർത്തിപ്പാനും ഉള്ള സാഹചര്യങ്ങൾ ഉള്ള ഒരു ദേശം. ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ തന്മ എന്ന് പറയുന്നത്. എന്നാൽ ഈ അടുത്തിടെയായിട്ട് മതാത്മകത അല്ലെങ്കിൽ റിലീജിയോസിറ്റി എന്ന് പറയുന്ന ഒരു ദോഷം ഇന്ന് എല്ലാ മതക്കാരുടെയും ഇടയിൽ വളർന്നു വരികയാണ്. റിലീജിയോസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന അർത്ഥം ദൈവത്തെ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ്. അങ്ങനെ റിലീജിയസ് ആകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തീർച്ചയായിട്ടും അതൊരു തെറ്റാണ്. മതങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വഴികൾ മാത്രമാകണം. പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് മതങ്ങളെ സ്നേഹിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അപ്പം ദൈവത്തെ കൂടാതെ മതത്തെ മാത്രം സ്നേഹിക്കുന്നത്. രണ്ടാമത് പറഞ്ഞു, ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഒരു സമൂഹത്തിൽ മതാത്മകത വളരുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ആത്മീയതയാണ്. ദൈവം നമ്മളെ ഉപയോഗിപ്പാനായിട്ട് നമ്മൾ അനുവദിക്കുന്ന അവസ്ഥയാണ് ആത്മീയത. മതാത്മകതയോ? മനുഷ്യൻ ദൈവത്തെ ഉപയോഗിക്കുന്നതാണ് മതാത്മകത. ദൈവം മനുഷ്യനെ ഉപയോഗിക്കുന്നതാണ് ആത്മീയത. മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ദൈവത്തെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. ഒരു കൊച്ചു കുട്ടി മുതൽ വലിയ ആബാലവൃദ്ധ ജനങ്ങളും ദൈവത്തിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവനവന്റെ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മുൻകൈ എടുത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശത്രുതയിലേക്ക് ബലം ചെയ്യും. മാനുഷിക മൂല്യങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് സ്നേഹത്തോടെ ഇരുന്നവർ പരസ്പര ശത്രുക്കളായിട്ട് മാറുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞല്ലോ. എന്തുവാ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയുന്ന പോലെ ദൈവം പ്രവർത്തിക്കുകയല്ല, ദൈവം നമ്മളിലൂടെ പ്രവർത്തിപ്പാനായിട്ടുള്ള അനുവാദം നമ്മളവിടെ കൊടുക്കുക. അതാണ് സ്പിരിച്വൽ എന്ന് നിങ്ങൾ പറയുന്നത് അല്ലേ? നമ്മൾ ജീവിക്കുന്നത് ഒരു വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം മുൻപോട്ട് പോകുന്ന ഒരു ജനതയിലാണ്. ഇത് ഈ വ്യാപാരാടിസ്ഥാനം എന്ന് പറഞ്ഞത് എന്താണെന്ന് ഒരു അല്പം കൂടി ഒന്ന് വിശദമാക്കാവോ? ദൈവം നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ മാത്രം നാം ദൈവത്തെ സ്നേഹിക്കും. ഇങ്ങോട്ട് എന്തെങ്കിലും തന്നാൽ അങ്ങോട്ട് നമ്മൾ കൊടുക്കാമെന്നുള്ളൊരു മനോഭാവം അല്ലേ? ഈ സ്പിരിച്വൽ ആകാനായിട്ട് നമുക്ക് എന്നാ ചെയ്യാനായിട്ട് ഒക്കെ എന്നാ ചോദിച്ചത്. നമ്മൾ മതത്തെ അല്ല സ്നേഹിക്കേണ്ടത്, ദൈവത്തെയാണ് നമ്മൾ ഇതിലൂടെ അറിയേണ്ടത്, സ്നേഹിക്കേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒരു മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പിരിച്വാലിറ്റി നമ്മളിലേക്ക് വരുമെന്നാ പറയുന്നത്. മതാത്മകത സ്പിരിച്വലാക്കി ജീവിച്ച രണ്ടുപേരാണ് ഭാരതത്തിൽ ജീവിച്ചിരുന്നത്. ഒന്ന് മഹാത്മാഗാന്ധിജിയും ഒന്ന് മദർ തെരേസയും. മഹാത്മാഗാന്ധി തന്റെ ജീവിതത്തിലൂടെ തന്നെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ മദർ തെരേസയും. നമുക്കതിന് അഭിമാനിക്കാം. നമ്മുടെ ഭാരതത്തിൽ ശരിയായിട്ടുള്ള സ്പിരിച്വാലിറ്റി കാണിച്ചിട്ടുള്ള അനേകരുണ്ട്. ആത്മീയതയും ലൗകികതയും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം ഉണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നിങ്ങൾ മാർക്കറ്റിൽ പോകുന്നത് ആത്മീയമാണോ ലൗകികമാണോ? തീർച്ചയായും ലൗകികമാണ്. ലൗകികമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ആത്മീയമാണോ ലൗകികമാണോ? അപ്പം നിങ്ങൾ ലൗകികത്തെയും ആത്മീയത്തെയും ഇപ്പം രണ്ടായിട്ട് തിരിച്ചു. ചില സംഗതികൾ ലൗകികം, ചിലത് ആത്മീയം. അത് തെറ്റായ ഒരു തരംതിരിക്കലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ദൈവത്തോടുകൂടെ ഏത് മേഖലയിലും ഏത് ലൗകിക മേഖലയിലും നമ്മൾ ഇടപെട്ടാൽ അത് ആത്മീയമായിട്ട് മാറും. ദൈവത്തോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണുവാനും എല്ലാവരെയും വളർത്തുവാനും സാധിക്കും.